ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്നത് കുരിശിൽ മുഴങ്ങിക്കേട്ട 4-ാമത്തെ വചനം. എനിക്ക് ദാഹിക്കുന്നു. ജലവും ജലാശയങ്ങളും സൃഷ്ടിച്ചവൻ്റെ നിലവിളി, എനിക്ക് ദാഹിക്കുന്നു. യോഹന്നാൻ 7:37 ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന് പ്രഖ്യാപിച്ച ജീവജലത്തിൻ്റെ നീരുറവയ്ക്ക് ഇപ്പോൾ ദാഹിക്കുന്നു. ഈശോയുടെ ദാഹത്തെ നമുക്ക് രണ്ട് രീതിയിൽ നോക്കിക്കാണാം. ഒന്ന്, മനുഷ്യപാപങ്ങളുടെ ഭാരമെല്ലാം പേറി നിൽക്കുന്നതിനാൽ ഒരു പാപിക്കുണ്ടാകുവാൻ സാധ്യതയുള്ള ശൂന്യതാബോധം ഈശോയ്ക്കുണ്ടാകുന്നു. ആ പാപത്തിൻ്റെ എല്ലാം പരിണതഫലമായി പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അഭാവം, പിതാവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടതിൻ്റെ വേദന ഈശോ അനുഭവിക്കുകയാണ്. ലോകം മുഴുവൻ്റെയും സകല പാപവും ചുമലിലേറിയ മിശിഹ പച്ച മനുഷ്യനായി കുരിശിൽ കിടന്നുകൊണ്ട് ദൈവികമായ തൻ്റെ പിതാവിൻ്റെ സാന്നിധ്യ അനുഭവത്തിന് വേണ്ടി മുറവിളി കൂട്ടുകയാണ്. അപ്പാ, നീ എവിടെയാണ്? നിനക്ക് വേണ്ടി ഞാൻ ദാഹിക്കുന്നു. എനിക്ക് അങ്ങേ വേണം. ഒരു വീട്ടിൽ 2 സഹോദരന്മാരുണ്ടായിരുന്നു, ജ്യേഷ്ഠനും അനുജനും. ജ്യേഷ്ഠൻ നല്ലവനും നീതിമാനുമായിരുന്നു. എന്നാൽ അനുജൻ അനുസരണം ഇല്ലാത്ത തന്നിഷ്ടക്കാരനും പാപത്തിൻ്റെ മാർഗത്തിൽ ചരിക്കുന്നവനുമായിരുന്നു. ഒരിക്കൽ അനുജൻ പല തെറ്റുകൾ ചെയ്ത് കൊലപാതകത്തിൽ പിടിക്കപ്പെട്ടു. പോലീസിൻ്റെ കൈവിട്ട് രക്ഷപ്പെട്ട് ഓടിയെത്തിയത് സ്വന്തം വീട്ടിലേക്കാണ്. തൻ്റെ ജ്യേഷ്ഠൻ്റെ അടുത്തെത്തിയപ്പോൾ ജ്യേഷ്ഠൻ ചോദിച്ചു, മകനെ, അനുജ, നിനക്കെന്തു പറ്റി? ആരെയാണ് നീ ഭയപ്പെടുന്നത്? നിന്റെ വസ്ത്രത്തിലുള്ള ഈ ചോരയെല്ലാം ഇതെന്താണ്? അവൻ പറഞ്ഞു, ചേട്ടാ, മറ്റൊന്നും ചിന്തിക്കാനും പറയാനും നമുക്ക് സമയമില്ല. പോലീസ് നമ്മളെ അനുഗമിക്കുന്നുണ്ട്. എന്നെ രക്ഷിക്കണം, എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണം. ആ ചേട്ടൻ മറ്റൊന്നും നോക്കിയില്ല. അനുജൻ്റെ വസ്ത്രം വാങ്ങി ധരിച്ചു. അവർ സ്വന്തം വസ്ത്രം അവനെയും ധരിപ്പിച്ചു. ഉടൻ തന്നെ പോലീസ് എത്തുകയും ചേട്ടനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും 2 ദിവസത്തിനകം അവൻ്റെ മരണത്തിന് കാരണമാവുകയും ചെയ്തു. മനുഷ്യമക്കളെ ദൈവത്തോട് രമ്യപ്പെടുത്തുവാനായി മനുഷ്യപാപങ്ങളുടെ ശിക്ഷയെല്ലാം ഈശോ ഏറ്റെടുത്തു. ഞാനും നിങ്ങളും അണിയേണ്ട പാപക്കറയേറ്റ വസ്ത്രം സ്വയം ധരിച്ചുകൊണ്ട് നമുക്ക് പകരക്കാരനായി ശിക്ഷകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ദൈവപിതാവിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി ഈശോ ദാഹിക്കുകയാണ്. ഈശോയുടെ ദാഹം മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹമാണ്. ആകാശത്തിനും ഭൂമിക്കും മധ്യേ നാട്ടപ്പെട്ട കുരിശിന്മേൽ 3 ഇരുമ്പാണികളുടെ ബലത്തിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് എന്നെയും നിങ്ങളെയും നോക്കിക്കൊണ്ട് ഈശോ നിലവിളിക്കുകയാണ്, എനിക്ക് ദാഹിക്കുന്നു. വിശുദ്ധ ഫൗസ്റ്റീന പുണ്യവതിക്ക് ഒരിക്കൽ നരകത്തിൻ്റെ ദർശനമുണ്ടായി. അവൾ കണ്ടു, നരകത്തിലേക്ക് മരത്തിൽ നിന്നും ഇലകൾ പൊഴിയുന്നതുപോലെ ആത്മാക്കൾ വീണുകൊണ്ടിരുന്നു. പ്രിയമുള്ളവരെ, ഇപ്രകാരം നരകാഗ്നിയിൽ നിബന്ധിക്കാൻ സാധ്യതയുള്ള അനേകായിരം മക്കളെ ഈശോയ്ക്ക് വേണ്ടി നേടുക. അവർക്കെല്ലാം മാനസാന്തരവും ദൈവകരുണയും ലഭിക്കാനായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പുണ്യങ്ങളും ത്യാഗപ്രവൃത്തികളും വഴി അവരുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് അവരെ നരകത്തിൻ്റെ പാതയിൽ നിന്നും പിന്തിരിപ്പിച്ച് ദൈവമക്കളാക്കി മാറ്റുക. ഇതാണ് ഈശോ എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ആവശ്യപ്പെടുന്നതും ആഗ്രഹിക്കുന്നതും. അതിനാൽ ഈ നോമ്പുകാലത്ത് പ്രാർത്ഥനയും പുണ്യപ്രവൃത്തികളും വഴി അനേകം ആത്മാക്കളെ നമുക്ക് ഈശോയ്ക്കായി നേടാം. നമ്മുടെ ഓരോ ത്യാഗങ്ങളും വേദനകളും ആത്മാക്കളുടെ രക്ഷയ്ക്കായി നമുക്ക് കാഴ്ചവെക്കാം. അങ്ങനെ ഈശോയുടെ ദാഹം നമുക്ക് ശമിപ്പിക്കാം. നന്ദി.